ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന 2026 വേൾഡ് കപ്പ് ഇന്നലെ കിക്ക് ഓഫ് നടന്നിരിക്കുകയാണ്. അപ്പോൾ വേൾഡ് കപ്പിൽ ഒരുപാട് കോൺട്രവേഴ്സികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറികടന്ന് വളരെ മനോഹരമായി എന്ന് പറയാൻ പറ്റോ ഇല്ലെന്ന് എനിക്കറിയില്ല. എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതിനേക്കാളും ഒരുപടി ഇഷ്ടപ്പെട്ടത് ഖത്തർ വേൾഡ് കപ്പിന്റെ ആ ഇനോഗ്രേഷൻ പ്രോഗ്രാം തന്നെയായിരുന്നു. മെക്സിക്കോയിൽ ഇന്നലെ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ നടന്ന അതിമനോഹരമായ തന്നെ പറയാം അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ വിളിച്ചോതുന്ന ആ ഒരു ഇനോഗ്രേഷൻ, ആ ഒരു സെറിമണി, വേൾഡ് കപ്പ് ഓപ്പണിംഗ് സെറിമണി എത്രമാത്രം ആ ഒരു 2022 വേൾഡ് കപ്പിനോട് കടപിടിക്കുക എന്നുള്ളതിൽ, അതും 2010 എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് പുറകിൽ പോയ പോലെയുണ്ട് കാര്യങ്ങൾ. എന്താണെന്ന് പറഞ്ഞാൽ അത് നമുക്ക് കണ്ടവർക്ക് അറിയാൻ പറ്റും. ഏഹ് അങ്ങനെ ഒരു വേൾഡ് കപ്പ് ഇനോഗ്രേഷൻ കഴിഞ്ഞ അങ്ങനെ വേൾഡ് കപ്പിന്റെ ആദ്യ മത്സരമായ സൗത്ത് ആഫ്രിക്ക വേഴ്സസ് മെക്സിക്കോന്റെ ഹോം ഗ്രൗണ്ട് അഡ്വാൻറ്റേജ് എല്ലാം മുതലെടുത്തുകൊണ്ട് മെക്സിക്കോ ഒരു കിടിലൻ മത്സരം. മെക്സിക്കോ വരവറിയിച്ചിരിക്കുകയാണ്. അവർ ഇനി എത്രമാത്രം മുന്നോട്ട് പോകാനുള്ള ഇതുണ്ടെന്ന് അടുത്ത മത്സരങ്ങളൊക്കെ കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ മനോഹരമായിട്ട് 2-0 സൗത്ത് ആഫ്രിക്കയെ നിലംപരിശാക്കിയിരിക്കുകയാണ്. കിടൽ 2 ഗോളുകൾ. അതേപോലെ തന്നെ കളി നോക്കിക്കഴിഞ്ഞാലും ഒരു ഉദ്ഘാടന മത്സരം എങ്ങനെ ഇരിക്കണം അതേപോലെ സൗത്ത് ആഫ്രിക്ക വളരെ നിറമങ്ങിയ പോരാട്ടമായിരുന്നു. അതേപോലെ തന്നെ അവരുടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താ പറയാ, ഒരു ഒരു എന്താണ് മിസ് പാസുകളുടെയും അങ്ങനെ ഉള്ളൊരു മാച്ചായി തീർന്നു. അങ്ങനെ എ ഗ്രൂപ്പിലെ 2 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിലെ രണ്ടാമത്തെ മത്സരം ചെക്ക് റിപ്പബ്ലിക് വിസസ് സൗത്ത് കൊറിയ. അങ്ങനെ സൗത്ത് കൊറിയ 2-1 വിജയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏത് കളി കാണണം, ഏത് കളിയുടെ വീഡിയോ ചെയ്യണം, ആകെ കിളി പോയിട്ട് നിൽക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് രാത്രി കളിയാണെങ്കിൽ അർദ്ധരാത്രി കളി നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ വൈകുന്നേരം കളി നടക്കുന്നുണ്ട്, പിറ്റേ ദിവസം രാവിലെ കളി നടക്കുന്നുണ്ട്. 8 മണിക്കൂർ 10 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓരോ ഗ്യാപ്പിലാണ് കളികൾ. അപ്പോൾ കളി ഇങ്ങനെ 24 hours ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ 10 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ട്. ചില സമയങ്ങൾ പോയി കഴിഞ്ഞാൽ ഖത്തറിലൊക്കെ വേൾഡ് കപ്പ് നടന്നപ്പോൾ രാത്രി കളി കഴിഞ്ഞ് കഴിഞ്ഞാൽ പോയി കിടന്നുറങ്ങി, പിറ്റേ ദിവസം രാവിലെ എണീക്കുന്നു, പിറ്റേ ദിവസം രാത്രി കളി. ഇതെന്താണ് വൈകുന്നേരം കളി, രാത്രി കളി, പുലർച്ചെ കളി. ഇനിയിപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഏതൊക്കെ വീഡിയോ, ഇന്നലെ സൗത്ത് കൊറിയന്റെ കളിയൊക്കെ കാണാൻ വേണ്ടി രാവിലെ ഇരുന്നിരുന്ന് എത്ര മണിക്ക് അങ്ങനെ ഉറങ്ങിപ്പോയെന്ന് അറിയില്ല. അങ്ങനെ കളി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു, നമ്മൾ കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഇതാണ് അവസ്ഥ. ഫുട്ബോൾ പ്രേമികളുടെ എല്ലാവരുടെയും അവസ്ഥ ഇതെന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെ? ശരിയല്ലേ? അങ്ങനെ വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരത്തിൽ തന്നെ ഒരു കിടിലൻ റെക്കോർഡ് എന്താന്ന് പറഞ്ഞാൽ 3 റെഡ് കാർഡ്. ചങ്ങായി യെല്ലോ കാർഡ് ഹാഫ് ടൈമിന് ശേഷം, അല്ലെങ്കിൽ യെല്ലോ കാർഡ് മറന്നോ എന്നൊരു ഡൗട്ട് ഉണ്ട്. എമ്മാതിരി റെഡ് കാർഡാണ് 3 എണ്ണം. അതിൽ 2 എണ്ണം ഒക്കെയാണെന്ന് പറയാം റെഡ് കാർഡ് കൊടുക്കാനുള്ളത്. ലോക ചരിത്രത്തിൽ, വേൾഡ് കപ്പിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഓപ്പണിംഗ് മാച്ചിൽ 3 റെഡ് കാർഡ് കിട്ടി റെക്കോർഡ് ഇട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പ് നോക്കി കഴിഞ്ഞാൽ ആകെ 64 മത്സരങ്ങളിൽ നിന്ന് 3 റെഡ് കാർഡാണ് വന്നിരിക്കുന്നത്. സോറി, 4 റെഡ് കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരൊറ്റ മത്സരം തന്നെ 3 റെഡ് കാർഡ്. ഇനി എന്തൊക്കെ റെഡ് കാർഡുകൾ ഇത്ര മത്സരത്തിൽ വരുന്നു ഒരു പിടിയില്ല. അമ്മാതിരി ഫൗളുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ആ ഒരു 3 റെഡ് കാർഡൊക്കെ കുറച്ച് കൂടിപ്പോയി എന്ന് തന്നെ പറയുള്ളൂ. 2010 സൗത്ത് ആഫ്രിക്കയും മെക്സിക്കോ തമ്മിൽ ഇതേപോലെ മത്സരം നടന്നിട്ടുണ്ട്. അതിൽ 1-1 സമനിലയാണ് അവർ രണ്ടുപേരും പിരിഞ്ഞത്. അപ്പൊ അങ്ങനത്തെ ഒരു മത്സരം പ്രതീക്ഷിച്ചാണ് എല്ലാവരും കളി കാണാതിരുന്നുണ്ടാവുക. പക്ഷെ മെക്സിക്കോയുടെ ആധിപത്യമാണ് ശരിക്കും കണ്ടത്. അത് ഗ്രൗണ്ടിലായിക്കോട്ടെ, അതേപോലെ തന്നെ എന്താണ് സ്റ്റേഡിയത്തിലായിക്കോട്ടെ, അവരുടെ കാണികളുടെ സപ്പോർട്ടും ഭയാനകമായിരുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. അങ്ങനെ ആദ്യ മത്സരം നേടിയിട്ട് ഗ്രൂപ്പിലേക്ക് മുന്നോട്ട് പോകാനുള്ള പാതയിൽ അവർ 2-0 വിജയിച്ചിരിക്കുക. അപ്പോൾ ഇപ്പൊ ഗ്രൂപ്പിൽ ഇപ്പോൾ 4 ടീമുകളുടെ കളി കഴിഞ്ഞപ്പോൾ ഇവർ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ് മെക്സിക്കോ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും മെക്സിക്കോ തന്നെയായിരിക്കും ഗ്രൂപ്പിൽ 1-ാം സ്ഥാനക്കാരായിട്ട് മുകളിലോട്ട് പോവുക. ഇനി സൗത്ത് കൊറിയയും മെക്സിക്കോയും തമ്മിലുള്ള മത്സരം വരുന്നുണ്ട്. അതിന്റെ വിജയിയായിരിക്കും ഈ ഗ്രൂപ്പിൽ ആരായിരിക്കും ചാമ്പ്യന്മാരെന്ന് നിർണ്ണയിക്കുക. മെക്സിക്കോയ്ക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഗോൾ അടിക്കുന്ന റൗൾ ജിമിനസ് ഷങ്ങായി ഗോളടിച്ച ശേഷം സെലിബ്രേഷൻ ആകാശത്തിലേക്ക് 2 കൈ ഉയർത്തിയിട്ട് കരയുകയായിരുന്നു. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയൊരു കഥയുണ്ട്. ഒരു പ്രയത്നത്തിന്റെയും തിരിച്ചുവരവിന്റെയും ഒക്കെ കഥയുണ്ട്. ഇതൊക്കെ 2020 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ വോൾസിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ആഴ്സണലിനെതിരായിട്ടുള്ള മത്സരത്തിൽ ലൂയിസ് ഡേവിഡ് ലൂയിസ് ആയിട്ട് ഏറ്റുമുട്ടിയിട്ട് തലയോട്ടിന് പരിക്കേറ്റിട്ട് അവിടെ ഗ്രൗണ്ടിൽ വീഴാണ്. അങ്ങനെ മാസങ്ങളോളം ചികിത്സയിൽ, തലയോട്ടിൽ ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് മാസങ്ങളോളം ശസ്ത്രക്രിയയ്ക്ക് ശേഷമാണ് ഈ ചങ്ങായി ഫുട്ബോളിലേക്ക് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് പ്രതീക്ഷയാണ്. അങ്ങനെ ഫുട്ബോളിലേക്ക് തിരിച്ചു വരുന്ന ഘട്ടത്തിലാണ് തങ്ങളുടെ ഏറ്റവും താങ്ങായിട്ട് നിന്നിരുന്ന പിതാവ് മരണപ്പെടുന്നത്. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഒരു മനുഷ്യനെ തളർത്തുന്ന 2 വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടും ആള് ഫുട്ബോളിലേക്ക് തിരിച്ചു വരാൻ മെക്സിക്കോയ്ക്ക് വേണ്ടി 2026 വേൾഡ് കപ്പിൽ ആദ്യ മത്സരം സ്റ്റാർട്ടിങ്ങിൽ ഇറങ്ങിയിട്ട് ആ തലയോട്ടിക്ക് ക്ഷതമേറ്റ ആ ഒരു തലയോട്ടി കൊണ്ട് തന്നെ ഹെഡറിലൂടെ ഗോൾ സ്കോർ ചെയ്തിട്ട് തന്റെ അച്ഛന് വേണ്ടിയിട്ട് ആ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്യാണ്, കൈ ആകാശത്തിലേക്ക് ഉയർത്തിയിട്ട്. അപ്പോൾ ഇത്രയും മനോഹരമായ, അതേപോലെ തന്നെ 17 വയസ്സുകാരനായ ഒരു ചങ്ങായി ഇന്നലെ കളിക്കാനാണ് മെക്സിക്കോയ്ക്ക് വേണ്ടിയിട്ട്. അതും ഒരു റെക്കോർഡാണ്. അതേപോലെ തന്നെ ഇന്നലെ ആദ്യ ഗോൾ അടിച്ച് മാൻ ഓഫ് ദി മാച്ച് നേടിയ മെക്സിക്കോയുടെ താരം സൗദി ലീഗിൽ റൊണാൾഡോ ഗോളുകൾ അടിച്ചു കൂട്ടിയതാണ്. അപ്പോൾ എന്തായാലും മെക്സിക്കോയുടെ വരവറിയിച്ചിരിക്കുകയാണ്. ഇനി ഒരു മത്സരങ്ങളിൽ എങ്ങനെയൊക്കെ കളി കാണുന്ന ഒരു പിടിയില്ല. അപ്പൊ നിങ്ങൾ എവിടെ ഇരുന്നിട്ടാണ് എങ്ങനെയാണ് കളി കാണുന്നത് കമന്റ് മറക്കരുത്. അതേപോലെ തന്നെ നാളത്തെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന മത്സരം മൊറോക്കോ വിസസ് ബ്രസീൽ, അത് കാണാൻ വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ അതിന്റെ വീഡിയോ
പുറകിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതോടുകൂടി വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.